മക്കളെ, ജെറുസലം ധ്യാന കേന്ദ്രത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഏറെ പ്രിയം നിറഞ്ഞ നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും യേശുവിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളെ പോലെയാണ്. ഇന്ന് 30-ലേറെ വിദ്യാലയ കലാലയങ്ങളിൽ നിന്ന് പങ്കെടുത്ത അനേകായിരം നക്ഷത്ര ദീപങ്ങളെ കൊണ്ട് ജെറുസലം നിറഞ്ഞ ഒരു പുണ്യദിനമാണ്. കുടുംബങ്ങളിലും വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും സമൂഹങ്ങളിലുമൊക്കെ വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന ഒട്ടനവധി മക്കളുടെ ജീവിത കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. യേശുവേ, ഇപ്പോൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ബലിയർപ്പിക്കുന്ന പുരോഹിത കരങ്ങളിൽ ചേർത്ത് വെച്ച് ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് തരുന്ന വചനം 119 സങ്കീർത്തനം 71 വചനം. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിപ്പിച്ചു. മകളെ, എനിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ രോഗങ്ങളും, രോഗപീഠകളും, ദാരിദ്ര്യവും, കടക്കെണികളും, അപകടങ്ങളും, വിട്ടുമാറാത്ത ഭയവും, സങ്കടങ്ങളും, ക്ലേശങ്ങളുമെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊരു ഉപകാരമായി എന്ന് തോന്നുന്നില്ലേ? ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി എന്ന് പറയാറില്ലേ? തിരിച്ചറിയുക, ദുരിതങ്ങൾ ദൈവം നമ്മെ കൈവിട്ടതിന്റെ അടയാളമല്ല, ദൈവം നമ്മെ കയ്യിൽ എടുത്തതിന്റെ അടയാളമാണ്. ദുരിതങ്ങൾ നമ്മെ ഉപേക്ഷിച്ചതിന്റെ അടയാളമല്ല, ദൈവം നമ്മെ ചേർത്ത് പിടിച്ചതിന്റെ അടയാളമാണ്. ദുരിതങ്ങൾ നമ്മെ ശിക്ഷിച്ചതിന്റെ അടയാളമല്ല, നമുക്ക് ശിക്ഷണം നൽകുന്നതിന്റെ അടയാളമാണ്. പലരും പല രീതിയിലാണ് ദുരിതങ്ങൾ ഉണ്ടാകുന്നത്. ചിലർക്ക് ജീവിത പങ്കാളിയിൽ നിന്ന്, വേറെ ചിലർക്ക് മക്കളിൽ നിന്ന്, ഇനിയും മറ്റു ചിലർക്ക് മരുമക്കളിൽ നിന്ന്, വേറെ ചിലർക്ക് മാതാപിതാക്കളിൽ നിന്ന്, ഇനിയും ചിലർക്ക് അധികാരികളിൽ നിന്ന്, വേറെ ചിലർക്ക് അപരിചിതരിൽ നിന്ന്. ഇങ്ങനെയൊക്കെ എത്രയോ ദുരിതങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ. മക്കളെ, മറക്കരുത്, എല്ലാ ദുരിതങ്ങളും അഭിഷേകത്തിന്റെ ഇന്ധനങ്ങളാണ്. വിശുദ്ധ ഫ്രാൻസിസ് സെയ്റ്റ്സ് പറയുന്നു, സഹനം കൂടാതെ വിശുദ്ധിയില്ല. മദർ തെരേസ പറയുന്നു, സഹനമാണ് വിജയത്തിന്റെ രഹസ്യം. അഗ്നിയിലൂടെ കടന്നുപോയവരല്ലേ നമ്മൾ? സ്വർണം അഗ്നിയിലൂടെ കടന്നു പോകുമ്പോഴല്ലേ അതിന് നിർമ്മലത കൈവരുന്നത്? വിത്ത് മുറിഞ്ഞ് പൊട്ടി പോയാലല്ലേ ചെടിക്ക് പുറത്തു വരാനാകൂ? മുറിക്കപ്പെട്ട പൂവിനല്ലേ അൾത്താരിയിൽ സ്ഥാനമുള്ളൂ? മക്കളെ, ദുരിതങ്ങൾ നമുക്ക് ഉപകാരങ്ങളാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും അനേകം വിദ്യാർത്ഥികളും കുടുംബങ്ങളും അധ്യാപകരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് ഷെയർ ചെയ്യാൻ കാത്തു നിൽക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തവരോടും, ഇത് ഷെയർ ചെയ്യാൻ വിതുമ്പി നിൽക്കുന്ന എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.